ഹായ് ഫ്രണ്ട്സ്, ഇന്നാണ് വന്നിട്ടുള്ളത് എൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് ഞാൻ ചെയ്തൊരു കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ആദ്യമേ പറയട്ടെ, സാധാരണ പ്രൊഫഷണൽസ് ചെയ്യുന്ന ആ ഒരു പെർഫെക്ഷനൊന്നും എന്തായാലും ഉണ്ടാവില്ല. കാരണം കേക്ക് ഡെക്കറേഷനൊന്നും അത്രക്കൊന്നും അറിയില്ല. പിന്നെ വീട്ടിലുള്ള ആരുടെങ്കിലും ബർത്ത്ഡേ വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കൊടുക്കുന്നേ ഉള്ളൂ. അപ്പം അതുപോലെ ഒന്ന് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഫോട്ടോ കാണിച്ചെടുത്തപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല ഭംഗിയുണ്ട് കാണാമെന്ന്. അപ്പം ഞാൻ കരുതി ഏതായാലും നിങ്ങൾക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് തരാമെന്ന്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാനിവിടെ നമ്മുടെ കേക്കിൻ്റെ വാനില കേക്കിൻ്റെ ഒരു പീസ് നമ്മുടെ കേക്ക് ബോർഡിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അടിയിൽ ഒരു 4 പീസ് ബേക്കിംഗ് പേപ്പർ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ക്രീം വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് വരുമ്പം നമ്മുടെ കേക്ക് ബോർഡ് വൃത്തികേടാവില്ല. നമുക്കത് വേഗം ഒന്ന് വലിച്ചെടുക്കാം. ഉള്ളോട്ട് കയറ്റി വെക്കരുത്, ജസ്റ്റ് അത് നമുക്ക് ഒന്ന് വലിച്ചാൽ പെട്ടെന്ന് പുറത്തേക്ക് വരുന്ന വിധത്തിൽ വേണം വെക്കാൻ. അപ്പോൾ ഞാനിവിടെ 4 സൈഡ് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഞാൻ വാനില കേക്കും അതുപോലെ ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നില്ല, കാരണം ഓൾറെഡി ഞാൻ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കണം, എന്നാലേ കേക്ക് നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. അപ്പം ഇതിന് മേലെ നമുക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഇത്ര ലൂസായ ക്രീമെന്ന്. അപ്പം ഞാൻ പുതിയൊരു ക്രീം വാങ്ങി പരീക്ഷിച്ചതാണ്. പക്ഷേ അത് ഫ്ലോപ്പായി പോയി. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷേ നല്ല ലൂസായി. കാരണം അതിൽ ഷുഗർ ചേർത്തപ്പോൾ ഇതുപോലെ ലൂസായിപ്പോയി. പിന്നെ നല്ല റേറ്റും ഉണ്ടായിരുന്നു. ഇവിടെ 20 ദിർഹംസ് കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ പിന്നെ അത് കളയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും കേക്കിൻ്റെ ഇടയിൽ ഇതുപോലെ ഫില്ലിംഗ് ആയി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ലൂസായ ക്രീം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ മേലെ ഒരു പീസ് ചോക്ലേറ്റ് കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിതിൻ്റെ മേലെ ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇവിടെ കേക്കിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ട് കൊടുക്കാം. കാരണം ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചതാണ് ഞാൻ ഇവിടെ വീണ്ടും കാണിക്കാതിരുന്നത്. ഒരെണ്ണം ഓവൺ ഇല്ലാതെയും അതുപോലെ ഒരെണ്ണം ഓവൺ വെച്ചും ചെയ്തതാണ്. അപ്പോൾ ആ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ വീണ്ടും ഞാനിവിടെ നമ്മുടെ ഫ്ലോപ്പായ ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ നമുക്ക് വീണ്ടും കേക്കിൻ്റെ പീസ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് അതൊന്ന് അതിൻ്റെ സൈഡൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്, ഒന്ന് ലെവലാക്കി എടുക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുത്തതാണ്. നമുക്കിതിൻ്റെ ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ക്രം കോട്ടിങ് മാത്രമേ ചെയ്യുന്നുള്ളൂ, കാരണം ഇത് ഫുള്ളായിട്ട് ഡിസൈൻ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ക്രീം വെച്ച് നല്ല വൃത്തിക്ക് ഡിസൈൻ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ക്രീം വെച്ച് മാത്രമേ ഇത് ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് ആ കേക്കിന് ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്തിട്ടുള്ളത്. നമുക്കിതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിൽ ക്രീം വെച്ച് ചെയ്ത് കൊടുക്കാം. ഇതിനുവേണ്ടി ഞാൻ വേറൊരു ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് ആ ലൂസായ ക്രീം വെച്ച് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇതിനു വേണ്ടി നല്ല ക്രീം വാങ്ങി ചെയ്തതാണ്. പിന്നെ നമുക്കിതൊരു സ്പാച്ചിൽ വെച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം സൈഡൊക്കെ ഏകദേശം ലെവലാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് മേൽഭാഗം കൂടി ക്രീം വെച്ച് ഒന്ന് ശരിയാക്കി എടുക്കാം. അപ്പം ഏകദേശം ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് മേലെ ഫുള്ളായിട്ട് ഞാൻ വേറെ ഡിസൈൻ ചെയ്യുന്നതുകൊണ്ടാണ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ക്രം കോട്ടിങ് മാത്രം ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം വേറെ ഡിസൈനൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് ജസ്റ്റ് ഒന്ന് തണുപ്പിച്ചതിന് ശേഷം വീണ്ടും നമുക്ക് ക്രീം വെച്ച് നല്ല വൃത്തിയായിട്ട് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ തംബ്നെയിൽ കാണുന്ന പോലെ ആ ഒരു സ്കേർട്ടിന് വേണ്ടി ജസ്റ്റ് ഒന്നൊരു ടൂത്ത് പിക്ക് വെച്ച് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമുക്ക് ബോർഡർ ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചെയ്യുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ചെയ്ത് വരുമ്പം ലെവലായി കിട്ടില്ല. ഞാൻ എൻ്റെ ഒരു ഐഡിയ വെച്ച് ജസ്റ്റ് ചെയ്തതന്നേ ഉള്ളൂ. ഇതിൻ്റെ മേലെ ഞാൻ ബ്ലാക്ക് കളർ വെച്ചാണ് ആ സ്കേർട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫ്രഞ്ച് ടിപ്പിൻ്റെ ചെറിയൊരു ടിപ്പ് വെച്ചാണ് ചെയ്തിട്ടുള്ളത്.
ബ്ലാക്ക് കളർ എടുത്തത് കാരണം ഞാൻ ഇവിടെ വെച്ച ആ ഫോട്ടോയ്ക്ക് ഏകദേശം മാച്ച് ആവുന്ന ഒരു കളറിന് വേണ്ടിയാണ് ഞാൻ ബ്ലാക്ക് കളർ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ഇത് ഫുള്ളായിട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാനിവിടെ ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബാക്കി ഭാഗം ഞാൻ ഇവിടെ ബ്ലൂ കളർ വെച്ചാണ് ചെയ്യുന്നത്. ക്ലോസ്ഡ് സ്റ്റാർ ടിപ്പാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ സ്റ്റാർ മാത്രമേ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ. ശരിക്കും ആ വൈറ്റ് ക്രീമിന് പകരം ബ്ലൂ ചെയ്യണമായിരുന്നു. ഇതൊക്കെ ചെയ്ത് വന്നപ്പോഴാണ് അതിൻ്റെ തെറ്റൊക്കെ മനസ്സിലായത്. അപ്പം നമുക്ക് ഇതുപോലെ വൈറ്റ് ഇടയ്ക്കിടയ്ക്ക് കാണൂല. അപ്പോൾ ഒന്നും കൂടി നല്ല ഭംഗിയായിരിക്കും. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ഈ കേക്ക് കവർ ചെയ്തെടുക്കാം. ഞാനിവിടെ അതും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മേലെ വെക്കേണ്ട ആ ഫോട്ടോ ഞാനെങ്ങനെ ചെയ്തതെന്ന് കാണിച്ചു തരാം. ഫോട്ടോയ്ക്ക് വേണ്ടി ഞാൻ വീട്ടിൽ തന്നെ ജസ്റ്റ് A4 സൈസ് പേപ്പറിൽ മോളുടെ ഫോട്ടോ ഒന്ന് പ്രിൻ്റ് ചെയ്തെടുത്തതാണ്. ഒരു A4 സൈസ് പേപ്പറിൽ 4 എണ്ണം വരുന്ന വിധത്തിൽ ആ സൈസിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. കാരണം കേക്ക് ചെറുതായതുകൊണ്ട് ചെറിയൊരു സൈസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം എൻ്റെ അടുത്ത് ബ്ലേഡ് ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു കൈൻ്റെ അകത്തുള്ള ആ ഒരു പോർഷൻ കൂടി കട്ട് ചെയ്യായിരുന്നു. ബ്ലേഡ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അത് ചെയ്തിട്ടില്ല. പിന്നെ നമുക്കിതിനൊന്ന് നല്ലൊരു ഷൈനിങ് കിട്ടാൻ വേണ്ടി ഈ ക്ലിയർ ടാപ്പ് വെച്ച് ഞാൻ ജസ്റ്റ് ഒന്നത് ഒട്ടിച്ചെടുക്കുന്നു. ഇത് മാത്രമല്ല, ഇത് പേപ്പർ ആയതുകൊണ്ട് തന്നെ കേക്കിൻ്റെ മേലെ വെക്കുമ്പം അത് പെട്ടെന്ന് കുതിർന്നു പോകാൻ സാധ്യതയുണ്ട്. ശരിക്കും ഒറിജിനൽ ഫോട്ടോ ഒക്കെ ആണെങ്കിൽ നല്ല വൃത്തി ഉണ്ടാവും കാണാൻ. ഇതിന് എനിക്ക് അന്നേരം തോന്നിയതിപ്പം അപ്പം തന്നെ ചെയ്തതാണ്. അതുപോലെ കടയിലൊക്കെ പോയിട്ട് പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള പിക്ചറായിരിക്കും. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച പ്രിൻ്ററാണ്. നമുക്കിതൊന്ന് നല്ല വൃത്തിക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് ഈ ഫോട്ടോ ഇതിൻ്റെ മേലെ വെച്ചുകൊടുക്കാം. ഞാൻ അടിയിലൊരു ബട്ടർ പേപ്പർ കൂടി വെക്കണമെന്ന് വിചാരിച്ചിരുന്നു, മറന്നുപോയി. നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു ഫോട്ടോൻ്റെ ആ ഒരു താഴ്ഭാഗത്ത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലെയും കൂടി ക്രീം ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഏകദേശം ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ ആ ബ്ലാക്ക് പ്ലെയിൻ ആയിട്ട് കണ്ടപ്പം എന്തോ പോലെ ഇപ്പം ഞാൻ ജസ്റ്റ് റെഡ് കളർ വെച്ച് അതിനൊരു ഡീറ്റെയിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് അവിടെ ആയിട്ട് ഓരോ ചെറിയൊരു സ്റ്റാർ ടിപ്പ് വെച്ചാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ആ സ്കേർട്ടിൽ മൊത്തമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ബ്ലാക്കും കൂടി ചെയ്തപ്പോഴായിരുന്നു ഒന്നും കൂടി ഭംഗിയായി കിട്ടിയത്. നമ്മുടെ ഫോട്ടോ പ്രിൻ്റ് എടുക്കാത്ത ഫോട്ടോ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മോളിത് കണ്ടപ്പോൾ നല്ല ഹാപ്പി ആയിരുന്നു. അവൾക്ക് നല്ലോണം ഇഷ്ടമായി. കാരണം അവളെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് കേക്ക് കണ്ടപ്പം ഭയങ്കര ഹാപ്പി ആയിരുന്നു.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല റെസിപ്പികളൊക്കെയായി വരാം. താങ്ക് യു.